വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് മന്ത്ലി എക്സ്പയറി അടുത്ത് എത്തിയിട്ടുണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 28 ജാനുവരി മാസം 2025 രാവിലെ 7:46 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണ് കണ്ടത് മാർക്കറ്റിൽ. നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റി ഒക്കെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഒരു സെറ്റപ്പ് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഓപ്പൺ ആയാലും എങ്ങനെയാണ് അതിൻ്റെ ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് ഇന്നലെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്തു രാവിലെ. എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10:15 ഞാൻ അതിനുശേഷം ട്രേഡ് ചെയ്യാറില്ല. കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനൊരു പാസീവ് ഇൻകം എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 10% എല്ലാ മാസവും ഏൺ ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ബൈയിങ്ങിൽ കൂടെ. ഓക്കെ, നമുക്ക് ഇന്ന് ലെവൽ പെട്ടെന്ന് തന്നെ നോക്കാം. നിഫ്റ്റി മാത്രമേ ഇന്ന് നോക്കാൻ പറ്റുന്നുള്ളൂ. സോ ഇത് നിഫ്റ്റി 50യുടെ ഫ്യൂച്ചർ ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിൻ്റെ മുകളിലാണ് ഒരു ഓപ്പൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കാണാൻ പറ്റുമ്പോൾ ഞാൻ അവിടെ എന്തൊക്കെയാണ് ഞാൻ നോക്കുന്നത്, ഇതാണ് ലെവൽ. ഓക്കെ, ഇപ്പോൾ 22,900 മുകളിലാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ആദ്യത്തെ 15 മിനിറ്റ് എൻ്റെ ലൈവ് ഒബ്സർവേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതായത് ഒരു ചില ആൾക്കാർ പറയും സെറ്റിലാകട്ടെ എന്ന് പറയും, ഒരു ചില ആൾക്കാർ അതിന് മുന്നേ തന്നെ ട്രേഡ് ചെയ്യും. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ എന്നിൽ തന്നെ ഒരു ഡിസിപ്ലിൻ റെഡിയാക്കിയിട്ട് ആദ്യത്തെ 15 മിനിറ്റ് അതിൻ്റെ ഒബ്സർവേഷന് വേണ്ടി സമയം ഞാൻ ചിലവഴിക്കും. അതിനുശേഷമായിരിക്കും എൻ്റെ എൻട്രിയും എക്സിറ്റും. അതാണ്. അപ്പം ഒരു 9:45 മുന്നേ തന്നെ എൻ്റെ എക്സിറ്റും എൻട്രിയും ഒക്കെ കഴിഞ്ഞിരിക്കും. സോ ഈ ലെവലിൽ ഞാൻ എന്ത് ഒബ്സർവ് ചെയ്യുക വെച്ചാൽ 23,000 സിയും പിയും ഞാൻ ഒബ്സർവ് ചെയ്യും. അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് 23,000, അതായത് 22,900 മുകളിൽ ഓപ്പൺ ആയാൽ, അതേസമയം എനിക്ക് 23,000 സി 138 മുകളിൽ നിൽക്കണം. 138 മുകളിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 140 മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു ലോങ്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ ലോങ് ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് ഞാൻ കയറും. ഇത് എൻ്റെ സെറ്റപ്പാണ്. ഇത് സ്റ്റഡി പർപ്പസിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അനലൈസ് ചെയ്ത് നോക്കാം. ഈ 138 മുകളിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളത് മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം, പി എടുക്കണം എന്നല്ല അവിടെ അർത്ഥം. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ട്രേഡുകൾ എൻട്രിയും എക്സിറ്റും ഒക്കെ പ്ലാൻ ചെയ്യുക. പക്ഷേ ഇതൊക്കെയാണ് ലെവൽസ്. ഇത് കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.